السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل: يا ربي بالمصطفى بلغ مقاصدنا واسمع لنا ما مضى يا واسع الكرم. هم غيب शुमार आगा बिंदु तेरे निज़ार आगा बिगड़ा जाता है गिल मेरे आगा आगा संवार आगा. आदि अव्वल मैदराई पा ചുവച്ച മുഹമ്മദാ ബദറിലും ബദലിങ്കിടുന്നോരെ കാണുവാൻ വിധി അസ്സലാത്തു വസ്സലാമു അലൈക യാ الصلاة والسلام عليك يا حبيب الله. سيأتي زمان على أمتي يحبون الخمسة وينسون الخمسة. قال رسول الله: പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുത്തുരത്നമോ. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. ബഹുമാനപ്പെട്ട ആദരവുകൾ നിറഞ്ഞ ചെമ്പഴന്തി മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ഇമാം, സദസ്സിലിരിക്കുന്ന ഉസ്താദ് അവർകൾ, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, പിഞ്ചനുജന്മാർ, അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എന്തുകൊണ്ടും ഇന്ന് നാം നിലകൊള്ളുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനായ, കരുണയുടെ പ്രവാചകനായ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തോടനുബന്ധിച്ച് ചെമ്പഴന്തി മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച മതവിജ്ഞാന വേദിയിലാണ്. ഹബീബാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ദുനിയാവിലൊരു സ്വർഗം അത് മതവിജ്ഞാന സദസ്സാണെന്ന്. കാരുണ്യത്തിന്റെ പ്രവാചകൻ, കരുണയുടെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ദൂരെ എങ്ങാനും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ സദസ്സിലേക്ക് വന്നിരിക്കുക. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം പ്രപഞ്ചം ഒരു അത്ഭുത പ്രതിഭാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി. പ്രപഞ്ചം ഒരു അത്ഭുത പ്രതിഭാസം എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്റെ സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഹബീബാന പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, അങ്ങ് മദീനയിൽ, പച്ചക്കുപ്പയുള്ള മദീനയിൽ മണ്ണോട് മണ്ണ് ചേരാതെ അന്ത്യവിശ്രമം കൊള്ളുന്ന അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ പ്രവാചകൻ? ഹബീബാന പ്രവാചകൻ. ഈ പ്രപഞ്ച ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ, ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതമായ പ്രതിഭാസങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും നമ്മുടെ ഈ ഭൂമി ലോകത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ആ പ്രവാചകൻ ആരുടെ പ്രവാചകനാണ്? ആ പ്രവാചകൻ ഒരു മനുഷ്യന്റെ മാത്രം പ്രവാചകനാണ്. അതല്ല ഒരു കുടുംബത്തിന്റെ മാത്രം പ്രവാചകനാണ്. അതല്ല ഒരു സമൂഹത്തിന്റെ മാത്രം പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്ത്യന്റെയോ അതല്ലെങ്കിൽ കേരളത്തിന്റെയോ അതല്ല ചെമ്പഴന്തി മുസ്ലിം ജമാഅത്തിന്റെ മാത്രം പ്രവാചകൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആരുടെ പ്രവാചകനാ? അള്ളാഹുവിന്റെ പ്രവാചകന് കറുത്തവന്റെയും വെളുത്തവന്റെയും പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും അടിമയുടെയും ഉടമയുടെയും പ്രവാചകൻ, അതേ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന് കറുപ്പെന്നില്ല, വെളുപ്പെന്നില്ല. ആരങ്ങ് സ്വലാത്ത് ചൊല്ലിയാലും അതങ്ങ് പച്ചക്കുപ്പയുള്ള മദീനയിലേക്ക് എത്തുക തന്നെ ചെയ്യും, അതിന് സംശയമില്ല. എന്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ സദസ്സ് വിടന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പേരിൽ നാം ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചം ഒരു അത്ഭുത പ്രതിഭാസം. ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹബീബാന പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മദീനയുടെ മണ്ണിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്തുണ്ടല്ലോ, മദീന പള്ളിയുടെ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശവാനലോകത്തേക്ക് നോക്കിക്കൊണ്ട് ഹബീബാന പ്രവാചകൻ സൂര്യനെ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്നിട്ട് ചോദിക്കുന്നു. ആരോടാണ് ചോദിക്കുന്നതെന്നറിയുമോ എന്റെ സഹോദരങ്ങളെ? അവിടെ നിന്നിട്ട് ഹബീബാന പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ അബൂദർ അതദ്രി അയ്ന തദ്ഹബു ഹാദിഹി ശംസ്. ചൂണ്ടിക്കൊണ്ട് ഹബീബാന പ്രവാചകൻ ചോദിക്കുക, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് നിനക്കറിയുമോ അബൂദർ? ഈ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു റസൂലുള്ളാഹി നബിയേ, അങ്ങേക്കും അല്ലാഹുവിനും അല്ലാതെ ഈ ഭൂലോകത്ത് വേറെ ആർക്കും അറിഞ്ഞുകൂടെ നബിയെ, അങ്ങ് പറഞ്ഞു തരണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയാ, അങ്ങ് പറഞ്ഞു തരണം. ഇത് കേട്ടപാടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സൂര്യനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, എന്റെ സഹോദരങ്ങളെ, അതിനു മുമ്പ് നാം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, 21ാം നൂറ്റാണ്ട് വന്നപ്പോഴാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു
എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബാന പ്രവാചകരെ, മദീനയുടെ നേതാവ്, കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുണ്ടല്ലോ, അബൂദർറളിയല്ലാഹുവിനോട് പറയാ, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതറിയുമോ? തദ്ഹബു, അത് പോകുന്നത് തസ്ജുദ്, സുജൂദ് ചെയ്യാനാണ്. തഹ്തൽ അർശ്, അർശിന്റെ ചുവടെ അത് സുജൂദ് ചെയ്യാനാണ് പോകുന്നത്. അബൂദർദാ ഇത് കേട്ട ഉടമ്പാണ് ഹബീബാന പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തരണം നബിയേ, അങ്ങ് പറഞ്ഞു തരണം നബിയേ. ഹബീബാന പ്രവാചകരെ, അത് സുജൂദ് ചെയ്തിട്ട് പിന്നെ അതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണം. പക്ഷേ ഉണ്ടല്ലോ, 21-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു, സൂര്യൻ ചലിക്കുന്നു, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമി മാത്രമല്ല കറങ്ങുന്നത്, സൂര്യനും കറങ്ങുന്നുവെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك തഖ്ദീറുൽ അസീസുൽ അലീം. പരിശുദ്ധ ഖുർആൻ പറയുകയാ, വശംസു, സൂര്യനാകുന്നത്, തജ്രീ, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ലിമുസ്തഖറിൻ ലഹാ ذلك തഖ്ദീറുൽ അസീസുൽ അലീം. ഈ സൂര്യനുണ്ടല്ലോ, അതിന്റെ പ്രബലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഈ സൂര്യൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹബീബാന പ്രവാചകൻ അവിടെ നിന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് അർശിന്റെ ചുവട്ടിലേക്ക് പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? അവിടെ സുജൂദിലാണ്, അവിടെ സുജൂദിലേക്ക് കിടക്കുകയാ. ഈ സമയത്ത് യജമാനനായ റബ്ബ് പ്രപഞ്ചത്തിന്റെ അത്ഭുതமான പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ച ലോകത്തുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമായ യജമാനനായ റബ്ബ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹബീബാന പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹു തആല അവിടെ നിന്ന് ആ സൂര്യനോട് പറയും, നീ തിരിച്ച് റിട്ടേൺ പൊക്കോ. എല്ലാ ദിവസവും അത് വന്ന് അർശിന്റെ ചുവട്ടിലേക്ക് വന്ന് സുജൂദ് ചെയ്യുമ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു കൽപ്പിക്കുന്നു, ഇന്ന് നീ കിഴക്കുതിക്കണ്ട, നീ പടിഞ്ഞാറുതിച്ചോ. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു തആല നിരന്തരം പറഞ്ഞു കൊടുത്ത് അവസാനം പടിഞ്ഞാറുക്കുമ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് ഹബീബാന പ്രവാചകൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഹബീബാന പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു, അവിടെ നിന്ന് പഠിപ്പിച്ചു സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന്. പക്ഷേ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു, 21-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ. നാം ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഈ പ്രപഞ്ചം ഒരു അത്ഭുത പ്രതിഭാസം എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യന് തന്നു. ഇതൊക്കെ തന്നതെന്തിനാ? അവനെ ഓർക്കാനാ. ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെയും ജിന്നിനെയും എന്ന് പറഞ്ഞിട്ടില്ല, അവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ. ഇവിടെ നിന്നിട്ട് ഈ പ്രപഞ്ച ലോകത്തേക്ക് വന്ന് അവിടെ നിന്ന് ഈ പ്രപഞ്ച ലോകത്തേക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് അവിടെ നിന്ന് പ്രപഞ്ച ലോകത്തേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മോനെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ ഭൂമി ലോകത്തേക്ക് വന്നു. അവിടെ നിന്ന് നിന്റെ വലത്തെ ചെവിയിലുണ്ടല്ലോ ഭാഗങ്ങോട്ട് നൽകി, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സമഅ, നിന്റെ കേൾവിയുണ്ടല്ലോ, വൽ ബസറ, നിന്റെ കാഴ്ചയുണ്ടല്ലോ, വൽ ഫുആദ്, നിന്റെ
എന്റെ ചിന്താശേഷിപ്പുണ്ടല്ലോ. കൊല്ലൂലായിക കാനാനു വസൂലാ. ഇതെല്ലാം അല്ലാഹു നാളെ അവന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാ. നീ കണ്ണുകൊണ്ട് എത്ര ഹറാമ് കണ്ടടോ, ചെവി കൊണ്ട് എത്ര ഹറാമ് കേട്ടടോ. എന്നാലുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ, നാം ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യജമാനനായ റബ്ബ് നമുക്ക് കൈ തന്നു. യജമാനനായ റബ്ബ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കയ്യും ശരീരത്തിന്റെ അവയവങ്ങളുമെല്ലാം തന്നു. നടക്കാനുള്ള കഴിവ് തന്നു. എത്രയോ ദൂരത്തുള്ള സാധനം നോക്കാനുള്ള കഴിവ് തന്നു. ആരെങ്കിലും സംസാരിച്ചാൽ അത് കേൾക്കാനുള്ള കേൾവി ശക്തി തന്നു. വെള്ളമെടുത്ത് കുടിക്കാനുള്ള കഴിവ് തന്നു. പ്രഭാഷണങ്ങൾ നടത്താനുള്ള കഴിവ് തന്നു. സംസാരം തന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതുവരെയെങ്കിലും ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇതെല്ലാം എന്റെ റബ്ബ് തന്നതാണല്ലോ. അതുകൊണ്ട് റബ്ബിന് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ മനസ്സ് വന്നിട്ടുണ്ടോ എന്റെ സഹോദരങ്ങളെ? ഇല്ലില്ല സഹോദരങ്ങളെ, നമുക്ക് മനസ്സ് വരൂല കേട്ടോ. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പിന്നിലായിട്ട് പരക്കം പായുന്നവരല്ലേ നമ്മള് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി പരക്കം പായുന്നവരാണ്. നമ്മുടെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, മകനെ ഡോക്ടറാക്കണം, അവിടെ നിന്ന് എഞ്ചിനീയർ ആക്കണം, അല്ലേ? അതല്ലേ ചിന്ത. മദ്രസയുടെ പടി മോൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മദ്രസയുടെ പടി മോൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മോനെ ഡോക്ടറും എഞ്ചിനീയറും ആക്കുന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പിന്നിലായിട്ട് പരക്കം പായും. ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറയുന്നത്. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ പ്രകടോ. ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറയുന്നത് സഹോദരങ്ങളെ. ഭൗതികമായ വിദ്യാഭ്യാസത്തിനോട് കൂടെ ആത്മീയമായ വിദ്യാഭ്യാസവും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചോ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന അലൈക്കൽ ഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മോനെ, പ്രഭാതം പൊട്ടിവിടരുമ്പോൾ വീട്ടിൽ നിന്നെണീച്ച് നീ നടക്കാറില്ലേ? എന്താളുണ്ടല്ലോ, നിന്റെ വാ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറില്ലേ? ഒരുപാട് തെറ്റുകൾ നീ ചെയ്യാറില്ലേ? നീ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നും റബ്ബ് കാണുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതൊന്നും എഴുതി വെക്കില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ വിചാരണ തെറ്റി. പരിശുദ്ധ ഖുർആൻ പറയാ, അവിടുന്ന് അതിശക്തി സവിശേഷതകൾ ഉടമസ്ഥൻ അവർണ്ണനീയ പ്രപഞ്ചത്തിന്റെ സംവിധാനകനായ അല്ലാഹ് പറയുന്നു, മാന്യന്മാരായ രണ്ട് മലക്കുണ്ടല്ലോ, ഈ രണ്ട് മലക്കിന് നിങ്ങളെ രണ്ട് തോളിലായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അവരാണെങ്കിലോ നിങ്ങളെ നന്മ എഴുതുന്നുണ്ട്, നിങ്ങളെ തിന്മ എഴുതുന്നുണ്ട്. ഇവർ നിന്റെ നന്മ എങ്ങോട്ട് കുറിക്കുന്നുണ്ടോ, നിന്റെ തിന്മ എങ്ങോട്ട് കുറിക്കുന്നുണ്ടോ? എന്റെ സഹോദരാ, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ആരെങ്കിലും കുറിച്ച് ഫസാദ് പറഞ്ഞാൽ അതവിടെ റെക്കോർഡ് ചെയ്യുകയാ, അവിടേക്ക് എഴുതി വെക്കുകയാ. ഹറാമായ പാതയിലൂടെ നടന്നാൽ അത് എഴുതി വെക്കുകയാ. ഹറാമായതെടുത്ത് ഭക്ഷിച്ചാൽ അതവിടെ നിന്ന് എഴുതി വെക്കുകയാ. ഇതൊക്കെ കുറിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം എന്റെ സഹോദരങ്ങളെ. അവിടെ നിന്ന് ഹബീബാന പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നില്ലോ. മോനെ, നീയുണ്ടല്ലോ മസ്ജിദിന്റെ അകത്തേക്ക് വന്നാൽ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കല്ലേ മോനെ. ഖബർസ്ഥാന് കണ്ടാൽ ഖബറിനോർത്ത് കരയണേ മോനെ. അവിടെ നിന്നൊരു മുഅ്മിനിനെ കണ്ടാൽ പുഞ്ചിരിയോട് സലാം പറഞ്ഞു.
ഹബീബാന പ്രവാചകൻ ഇതൊക്കെ അങ്ങ് പഠിപ്പിച്ചു തന്നപ്പോൾ എന്റെ സഹോദരങ്ങളെ ഇന്നാലൈക്കല്ല ഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. മാന്യന്മാരായ രണ്ട് മലക്ക് രണ്ട് തോളിലുണ്ട്. എന്റെ സഹോദരങ്ങളെ ഈ മലക്കുകളുണ്ടല്ലോ, നിങ്ങൾ എവിടേക്ക് പോയാലും നിങ്ങളെ തോളിൽ കയറും കേട്ടോ. അവിടുന്ന് നിങ്ങൾ ഖലായിലേക്ക് പോയാലും ബാത്റൂമിലേക്ക് നിങ്ങൾ അങ്ങ് കയറി കഴിഞ്ഞാൽ ഈ മലക്കുകൾ പുറത്തേക്ക് നിൽക്കും. അതാണ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാലി വെച്ച് കയറിയാൽ സംസാരിക്കാതിരിക്കാന്ന് ഉസ്താദന്മാര് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെ നിന്നാ ബാത്റൂമിലേക്ക് നമ്മളൊന്ന് കയറുമ്പോൾ ഈ രണ്ട് മലക്കുകൾ പുറത്തു നിൽക്കുക. പുറത്ത് നിന്ന ഈ രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പുറത്ത് നിന്ന ഈ രണ്ട് മലക്കുകൾ പുറത്തു നിൽക്കുമ്പോൾ നിങ്ങൾ അകത്ത് കയറിയിട്ട് സംസാരിച്ചാൽ ഈ മലക്കുകൾക്ക് അകത്ത് കയറണം. കാരണം എന്താ, നിങ്ങൾ സംസാരിച്ചോടനെ റെക്കോർഡ് ചെയ്യേണ്ടി മലക്കുകൾക്ക് അകത്ത് കയറേണ്ടി വരും. അങ്ങനെ അകത്ത് ആ മലക്കുകൾ കയറിയാൽ നിങ്ങൾ മരണപ്പെടുമ്പോൾ മക്കളെടുത്തുകൊണ്ട് വന്ന് കബറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി മലക്കുകൾ വന്ന് ചോദ്യം ചെയ്തതിന് ശേഷം ഈ രണ്ട് മലക്കുകൾ വന്ന് ഒന്ന് തലയിൽ ഒന്ന് കാലിലായിട്ട് നിന്നിട്ട് ദുആ ചെയ്യും. അല്ലാഹുവേ, ഇവൻ എന്നെ ബാത്റൂമിലേക്ക് കയറ്റിയവനാണ്, ഇവനിക്ക് നീ നരകം കൊടുക്കണമല്ലോ. നിരന്തരം ഖിയാമത്ത് നാൾ വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്ത് കാഹളത്തിൽ ഊതുന്നത് വരെ ഇങ്ങനെ ദുആ ചെയ്താൽ എന്റെ സഹോദരങ്ങളെ നരകം ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, ഖലായിലേക്ക് കയറുമ്പോൾ ചെറിയ കുട്ടികൾക്കൊണ്ട് എക്സെറ്റ് വെച്ചാലേ ബാത്റൂമിൽ കയറി എല്ലാം പോകും. എക്സെറ്റ് വെച്ചാൽ അവിടെ ഇരിക്കുള്ളൂ. ചിലർക്ക് അതിൻ്റെ അകത്ത് കയറിയ മൂളിപ്പാട്ട് പാടിയാൽ ആ ഒരു ഇത് കിട്ടും അല്ലേ. ബാത്റൂമിലേക്ക് കയറിയിട്ട് സംസാരിച്ചാൽ അത് ഗൗരവമായ ഒരു വിഷയമാണ്. നിസ്സാരമായ വിഷയങ്ങളായിരിക്കും അല്ലാഹു തആല എടുത്ത് ജഹന്നമിലേക്ക് വലിച്ചെറിയുക. നിസ്സാരമായ വിഷയങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എടുത്ത് ജഹന്നമിലേക്ക് വലിച്ചെറിയുക. അവിടെ നിന്ന് ബാത്റൂമിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് കബറിലേക്ക് ചെല്ലുമ്പോൾ ഈ മലക്കുകൾ വന്നിട്ട് നമുക്ക് പ്രതികൂലമായിട്ട് ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഇവനിക്ക് നീ നരകം കൊടുക്കണമല്ലോ, ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഇവനെ കയറ്റിയവനാണ് റബ്ബേ എന്നും പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. എന്റെ സഹോദരങ്ങളെ, അവിടുന്ന് ഹബീബാന പ്രവാചകൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. നമ്മൾ ഏത് ഭാഗത്തുകൂടി സഞ്ചരിച്ചാലും ഏത് ദിക്കിലൂടി നടന്നാലും നമ്മളെ കൂടെ രണ്ട് മലക്കുകളുണ്ട്. ഈ മലക്കുകൾ ഇങ്ങനെ എഴുതുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പക്ഷേ അല്ലാഹുവിന്റെ ആ കാരുണ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് കണ്ണ് തന്നു, കണ്ണിന് കാഴ്ച തന്നു, ചെവി തന്നു, ചെവിക്ക് കേൾവി തന്നു, ശരീരത്തിന്റെ എല്ലാവിധ അവയവങ്ങളും അല്ലാഹു തആല തന്നു. എന്നിട്ടോ അവിടെ നിന്നിട്ട് അല്ലാഹു തആല ഈ മലക്കുകളോട് പറയാ, ഈ മനുഷ്യരുണ്ടല്ലോ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അവിടെ നിന്ന് പോകുമ്പോൾ ഇന്ന തിയേറ്ററിൽ കയറി എനിക്ക് ഫസ്റ്റ് സിനിമ കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഹറാമായ ഒരു പ്രവൃത്തി വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് കുറിക്കല്ല് മലക്കുകളെ കുറിക്കല്ല്. അവിടെ നിന്ന് ആരാ പറയുന്നത്? അല്ലാഹു തആല പറയാ, ഒരു തെറ്റ് എന്റെ അടിമയെന്ന് വിചാരിച്ചാൽ കുറിക്കരുത്. നേരെ മറിച്ചോ, ചെമ്പഴന്തി പള്ളിയിലേക്ക് മതപ്രഭാഷണത്തിന് ഞാൻ ഇന്ന് വരുമെന്ന് പകൽ സമയത്ത് അവിടെ നിന്ന് നിയത്താക്കി കരുതി. പക്ഷേ അങ്ങനെ കരുതിയാൽ ഉടൻ തന്നെ കുറിച്ചോ, അവിടന്ന് കൂലി കൊടുത്തോ. ആരാണെന്നറിയുമോ പറയുന്നത്? പ്രപഞ്ചത്തിന്റെ അത്ഭുതമായ പ്രതിഭാസങ്ങൾക്ക് ഉടമ അവിടന്ന് പ്രപഞ്ചലോകം സൃഷ്ടിച്ച യജമാനനായ റബ്ബ് പറയാ, അവിടെ നിന്നിട്ട് നിങ്ങൾ കൂലി വിചാരിക്കണം, അവിടെ നിന്നിട്ട് നന്മ വിചാരിച്ചതിന് അപ്പം തന്നെ അങ്ങോട്ട് കുറിച്ചോ. സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഹബീബാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്നിട്ട് മൂസാ നബി യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യാം. യജമാനനായ റബ്ബിനോട് എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അരിനീ ജലീസി ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ്? സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞു തരണം.
അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയതാ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അരിനീ ജലീസി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാരാണല്ലാ അങ്ങൊന്ന് പറഞ്ഞു തരിക റബ്ബേ. ചെയ്തപ്പോൾ അല്ലാഹു തആല രാത്രി പറഞ്ഞു കൊടുക്കുന്നു സ്വപ്നത്തിലൂടെ, ഇറച്ചി കച്ചവടക്കാരനാണ്. ഈ സമയത്ത് മൂസാ നബി ഞെട്ടി ഉണർന്നു. ഇറച്ചി കച്ചവടക്കാരനാണ്. ഈ രാത്രികാലം മുഴുക്ക ഇബാദത്തും ചെയ്ത് പകൽ മുഴുക്ക നോമ്പം പിടിക്കുന്ന എനിക്ക് ഇറച്ചി വെട്ടുന്ന ആളോ എന്റെ കൂട്ടുകാരൻ സ്വർഗത്തിൽ? വീണ്ടും ദുആ ചെയ്തു. അവിടെ അല്ലാഹുമ്മ അരിനീ ജലീസി ഫിൽ ജന്ന, കൂട്ടുകാരൻ ആരാണല്ലാ ദുആ ചെയ്തു. രണ്ടാമത്തെ ദിവസം റജുലുൻ ഖസ്സാബ്, ഇറച്ചി കച്ചവടക്കാരനാണ്. മൂന്നാമത്തെ പ്രാവശ്യം അങ്ങോട്ട് ദുആ ചെയ്യാ, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാരാ, അവിടെ നിന്ന് എന്റെ കൂട്ടുകാരനാരാ, സ്വർഗ്ഗത്തിൽ എന്റെ അടുത്തിരിക്കുന്നതാരാ. അവിടെ നിന്ന് മൂന്നാമത്തെ ദിവസം പറയുന്നു റജുലുൻ ഖസ്സാബ്, ഇറച്ചി കച്ചവടക്കാരനാണ് നിന്റെ കൂട്ടുകാരൻ. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഈ ഇറച്ചി കച്ചവടക്കാരനെ തിരക്കി പോകുകയാ. ഇറച്ചി കച്ചവടക്കാരനെ തിരക്കിക്കൊണ്ട് അതാ പോകുന്നു. ഒരുപാട് ദൂരെ സഞ്ചരിച്ച് അവസാനം ഇറച്ചി കച്ചവടക്കാരന്റെ അടുത്തെത്തി. ഒരു ദിവസം നിന്ന് നോക്കി ഇദ്ദേഹം രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇറച്ചി വെട്ടിക്കളക്കല, വേറൊരു ജോലിയില്ല. അവിടെ നിന്ന് ഇദ്ദേഹം എന്തെങ്കിലും അമൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. രാവിലെ അവിടെ നിന്ന് അദ്ദേഹം കശാപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജോലി, വേറൊരു ജോലിയില്ല. ഇറച്ചിയൊക്കെ അങ്ങോട്ട് വെട്ടിക്കൊടുത്ത് വൈകുന്നേരമായപ്പോൾ അവിടെ നിന്നിട്ട് മൂസാ നബി പറഞ്ഞു, അവിടെ നിന്ന് പറയാ, ഞാനൊരു വിദേശിയാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഈ ഇറച്ചി കച്ചവടക്കാരനോട് പറയുന്നു, എനിക്ക് നിങ്ങളെ കൂടെ വരണം, എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കണം. അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി ഇൻഷാ അല്ലാഹ് വരിക. അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അവിടെ കസേരയിട്ടിരുത്തിയിട്ട് ഈ മനുഷ്യൻ വീട്ടിന്റെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. വീട്ടിന്റെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ട് ഒരു വലിയ ചരിവുമായിട്ട് എത്രയോ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. അവിടെ ചെന്ന് അവിടെ ഒരു കിണറ്റിന്റെ മൂട്ടിൽ നിന്ന് അവിടെ കുറെ ടൈം കളഞ്ഞിട്ട് അവിടെ നിന്ന് ഈ മനുഷ്യൻ ഈ ചെമ്പുമായിട്ട് തിരിച്ചു വന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. ഈ സമയത്തൊക്കെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഇരിക്കുക. ഈ വന്ന ആള് മൂസാ നബിയാണെന്ന് ഈ ഇറച്ചി കച്ചവടക്കാരനെ അറിയില്ല. അവിടെ നിന്നിട്ട് ഈ ഇറച്ചി കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ഇറച്ചി കച്ചവടക്കാരൻ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി കുറെ ടൈം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ട് പറയാ, നിങ്ങള് എന്നോടൊരു വിഷമവും വിചാരിക്കരുത്, എന്നോടൊരു പ്രയാസവും വിചാരിക്കരുത്, ഒരു വിഷമവും തോന്നരുത്. കാരണം ഇറച്ചി കച്ചവടക്കാരനായ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇത്രയും നേരം താമസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം കാണും, ദേഷ്യം എൻ്റെ അടുത്ത് കാണിക്കരുത്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് ഈ മനുഷ്യൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ഞാൻ എന്തെന്നറിയുമോ ഇത്രയും നേരം വൈകിയത്? വീട്ടിന്റെ ഉള്ളിലുണ്ടല്ലോ ആ ചരിവത്തിൽ ഞാൻ ചരിവുമായിട്ട് പോയപ്പോൾ ചരിവത്തിന്റെ ഉള്ളിൽ കിടന്നതാരെന്നറിയുമോ? 10 മാസത്തോളം മരണവേദന മല്ലിട്ടുകൊണ്ട് എന്നെ പ്രസവിച്ച എന്റെ പൊന്നാര ഉമ്മയാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഈ ചരവുമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ പോയത് എന്റെ ഉമ്മാനെ വൃത്തിയാക്കാനാണ്. പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഞാൻ അവിടെ നീച്ചിട്ട് എങ്ങോട്ടാണ് പോകാറുള്ളതെന്നറിയുമോ? ഇറച്ചി വെട്ടാൻ വേണ്ടി പോകും. ഈ സമയത്ത് എന്റെ ഉമ്മാക്കോ ഒരു സാധനം എടുക്കാനും കഴിയില്ല, അവിടെ നിന്ന് സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ പൊന്നാര ഉമ്മയുണ്ടല്ലോ, കുട്ടിക്കാലത്ത് എത്ര ദിവസങ്ങളോളം രാത്രി ഉറക്കമൊഴിഞ്ഞാ എനിക്ക് പാല് തന്നത്. പോരാ 3-4 വയസ്സായപ്പോൾ ഞാൻ നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവിടെ നിന്നുമ്മ പുതുവസ്ത്രങ്ങൾ വാങ്ങിത്തരുമ്പോൾ ഞാൻ ചെളിയാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ ആരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ തരുമായിരുന്നു. അവിടെ നിന്നുമ്മ എന്നോട് ദേഷ്യപ്പെടില്ലായിരുന്നു. പക്ഷേ എന്റെ 17 വയസ്സായപ്പോൾ ഈ
പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യജമാനനായ റബ്ബുണ്ടല്ലോ, അവിടുന്ന് എന്റെ ഉമ്മായുടെ ശരീരത്തിന്റെ ചലനമെന്ന് എടുത്തു തുടങ്ങി. എന്റെ ഉമ്മാക്ക് നടക്കാൻ കഴിയില്ല, ചോറുതിരിക്കാൻ കഴിയില്ല, അവിടുന്ന് കൈകൊണ്ട് എന്റെ തലയിൽ തൊടാൻ കഴിയില്ല, ഒരു ഗ്ലാസ് വെള്ളമെടുക്കാൻ കഴിയില്ല. എന്റെ പൊന്നാര ഉമ്മാക്ക് സംസാരിക്കാൻ മാത്രമല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. ഞാനുണ്ടല്ലോ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇറച്ചി വെട്ടിയിട്ട് വന്നാൽ എന്റെ ശരീരം വൃത്തിയാക്കുന്നതിന് മുമ്പ്, എന്റെ ശരീരം വൃത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറും. എന്നിട്ട് എന്റെ പൊന്നാര ഉമ്മാനെ നോക്കും. ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഈ ചരിവത്തിൽ വെള്ളം വീത്തുമായിരുന്നു. എന്നും വെള്ളം വീത്തിയിട്ട് എന്റെ ഉമ്മാനെ മുഖം പിടിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ ചരിച്ചു വയ്ക്കും. കാരണം എന്തിനെന്നറിയുമോ? ഉച്ച ടൈമാകുമ്പോൾ സൂര്യനങ്ങ് മധ്യത്തോട്ട് വരുമ്പോൾ അവിടുന്ന് ചൂടുകൊണ്ട് എന്റെ ഉമ്മാക്ക് ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്റെ ഉമ്മാക്ക് നാക്കുകൊണ്ട് നക്കിയെങ്കിലും ദാഹം തീർക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് എന്റെ ഉമ്മാന്റെ മുഖം പിടിച്ച് ഞാൻ ആ ചരുവത്തിലേക്ക് താഴ്ത്തി വെക്കും. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു, എന്റെ ഉമ്മാനെ വൃത്തിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്റെ ഉമ്മാന്റെ നെറ്റിത്തടത്ത് ഓരോ മുത്തവും ഞാൻ കൊടുക്കും. കാരണം എന്തെന്നറിയുമോ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ചുരുക്കി പറഞ്ഞാൽ റബ്ബ് വിളിച്ചാൽ പിന്നെ സകലർക്കും ആശ കേന്ദ്രവും അവൾ തന്നെ. ഒന്നുപോലെ ഇന്നെന്ന് വീട്ടിലോട്ട് പോടാ, നിന്റെ ഉമ്മാനോടൊന്ന് ചോദിരടാ, എത്ര വേദനയുണ്ട്, പ്രസവ വേദന എത്രത്തോളം വേദനയുണ്ടെന്നൊന്ന് ചോദിരടാ. അവിടെന്ന് കുട്ടിക്കാലത്ത് നിന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്നറിയുമോ? രാത്രി അവർക്ക് ഉറക്കമില്ലടാ, അവിടെ നിന്നിട്ടുണ്ടല്ലോ. രാത്രികാലങ്ങളിൽ നീ ഒന്ന് കരഞ്ഞാൽ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്ന ഉമ്മമാര്, എന്റെ സഹോദരങ്ങളെ, ഈ മനുഷ്യരങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയാ, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം നിങ്ങളുടെ ഉമ്മായെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതാ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്റെ സഹോദരങ്ങളെ, മൂസാ നബിയുടെ ചെവിയിലേക്ക് കേൾക്കുകയാ. ഉമ്മ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇജ്അലിബ്നി കനീസ മൂസാ ഫിൽ ജന്ന. അല്ലാഹുവേ, എന്റെ മകനിക്ക് സ്വർഗത്തിൽ മൂസാ നബിയുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യം നീ കൊടുക്കണമല്ലാ. ഉമ്മാന്റെ ദുആയാണ്. ഇത് കേൾക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ സഹോദരങ്ങളെ, മൂസാ നബി പറയുന്നു, ഉമ്മാ അന മൂസാ, നിങ്ങൾ ദുആ ചെയ്തില്ലോ, ആ മൂസാ നബിയാണ് ഞാൻ. അതുകൊണ്ടുണ്ടല്ലോ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചു പോയി. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ നിങ്ങളുടെ മകനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മ പറയുന്നു, അൽഹംദുലില്ലാഹ്, വർഷ
വർഷത്തില് ഞാൻ എത്രയോ 1, 2, 3 വർഷങ്ങളോളം എന്റെ മകനിക്ക് ഞാൻ അവിടെ നിന്നിട്ട് 3 വർഷത്തോളം അവിടെ നിന്ന് മകനിക്ക് ഞാൻ അവിടെ നിന്ന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു കൊടുത്തിരുന്നു. അവന്റെ നജസ് ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കിയിരുന്നു. അവനെ എടുത്ത് ഞാൻ വളർത്തിയിരുന്നു. അവനിക്ക് 4 വയസ്സ് കഴിഞ്ഞപ്പോൾ അവന് സ്വന്തമായിട്ടാണ് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവന്റെ 17 വയസ്സ് മുതൽ 23 വർഷത്തോളം എന്റെ നജസ് വാരിയ എന്റെ മകനാണ്. പല തവണകളിൽ ഞാൻ അവരോട് പറയും, ഓരേ കല്യാണം കഴിക്കടാ എന്ന് പറയുമ്പോൾ അവൻ പറയും, കല്യാണം കഴിഞ്ഞാൽ രാത്രി ഉമ്മാക്ക് ചെറുചുംബനങ്ങളെ തരാൻ, ഉമ്മാടെ വായിലേക്ക് വെള്ളം വീത്തി തരാൻ, അവിടേക്ക് ഭക്ഷണം വാരി തരാൻ ഈ മോനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മ വിഷമിക്കണ്ട ഉമ്മ. എന്റെ മകൻ എപ്പോഴും പറയും, നബിയേ ഞാൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വെട്ടുമ്പോഴും അവിടെ നിന്ന് എനിക്ക് വെള്ളം ദാഹിക്കുമ്പോൾ ഞാൻ കുടിക്കാറില്ല. കാരണം എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഉമ്മ അവിടെയാണെങ്കിലോ ആരാരുമില്ല. ഒരു ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മ അവിടെ നിന്ന് ഉമ്മ വെള്ളം കുടിച്ചില്ലല്ലോ. ഇത്രത്തോളം സ്നേഹമുള്ള എന്റെ പൊന്നാര മകനാട് നബിയേ. അതുകൊണ്ട് നബിയേ, അത് മുതൽ ഇന്ന് വരെ ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുള്ളത്, അല്ലാഹുമ്മ ഇജ്അൽനി ജലീസ മൂസാ ഫിൽ ജന്നാ. അതോടുകൂടെ സ്വർഗത്തിലെ കൂട്ടുകാരന്റെ മകനെ ആക്കണം എന്നെപ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് ഞാൻ നിങ്ങൾ കയറി വന്നപ്പോഴും കേട്ടത് തന്നെയാണല്ലോ, ഇനി എനിക്ക് മരിച്ചാൽ മതി, ഈ പ്രപഞ്ചലോകം വിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ഉന്നാര മകൻ ഓടി വരികയാ. ഓടി വന്നിട്ടും മാന്റെ വായിലേക്ക് പൊത്തിയിട്ട് പറയുന്നു, അരുതുമ്പ അങ്ങനെ പറയില്ലേ, ഈ മോനെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ പോകുകയാണോ? അവിടുന്ന് പൊന്നാരമോൻ ഉമ്മാനെ എടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് പൊട്ടിക്കരയുന്നു. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കും മക്കളില്ലയോ? ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പരക്കം പാടോ? ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ മക്കളുണ്ടല്ലോ, അവിടെന്ന് പറയുമല്ലോ, എന്റെ ഉമ്മ സ്വർഗത്തിലോ? അരുതരുതരുത്. കാരണം മദ്രസയിലേക്ക് ഞാനെന്ന് പോട്ടെ, ഞാനെന്ന് ദറസിൽ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടടാ, ഈ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിച്ചാ മതി എന്ന് പറഞ്ഞ എന്റെ ഉമ്മയാണ്. ആ ഉമ്മാനെ നരകത്തിലേക്കിട്ടോ, എനിക്ക് സ്വർഗം താ അല്ലാ. ഇങ്ങനെ മക്കള് പ്രതികൂലമായി സാക്ഷി നിൽക്കും. എന്റെ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോ, ദുനിയാവിൽ നിങ്ങൾ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഈ പ്രപഞ്ച ലോകത്തുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അല്ലാഹ് ആഖിറത്തിൽ വെച്ച് പിടിക്കും. പക്ഷേ സ്വന്തം ഉമ്മാനെ വേദനിപ്പിച്ചവരാണോ, സ്വന്തം ഉമ്മാനെ പ്രയാസപ്പെടുത്തിയവരാണോ, അവനിക്ക് ദുനിയാവിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിൽ നിന്ന് തന്നെ അവനിക്ക് ശിക്ഷ തുടങ്ങി.
ദുനിയാവിൽ അങ്ങോട്ട് തുടങ്ങും ഓരോ ശിക്ഷ. അല്ലെ പറയുന്ന ഉസ്താദേ എന്റെ മകനിക്ക് ദുആ ചെയ്യണം, അവൻ കള്ളുകുടിയനാണ്, അവൻ അവിടെ നിന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെ അടിക്കുന്നു, വസ്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ പറയാറില്ല. എന്താ ദുആ ചെയ്യണം? നിങ്ങളെ ഉമ്മാട്ടെ നിങ്ങൾ കാണിച്ചതുപോലെയാ നിങ്ങളെ മക്കൾ നിങ്ങളുടെ കാണിക്കുക. അല്ലാഹു തആല നമ്മളെയൊക്കെ കാക്കും. സഹോദരങ്ങളെ, ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണം, ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മ എനിക്ക് പൊരുത്തം തരണം, ഉമ്മ മനസ്സിൽ വെച്ചിരിക്കരുത്, ഉമ്മ എനിക്ക് പൊരുത്തം തരണമെന്ന് ചോദിച്ചോ മോനെ. കാരണം മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടെ മരണവേദനയോട് മല്ലിട്ടപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ എനിക്ക് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുപോവാ, ആ മണ്ണ് മുത്തിയിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഈ സമയത്ത് മകൻ, വാപ്പ ഇതെന്താണ് എന്റെ അടുത്ത് പറയുന്ന സ്വർഗത്തിലെ മണ്ണ്? അപ്പോ ആ സമയത്ത് ഹബീബ അവിടെ നിന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പറഞ്ഞുതരാം, നീ എടുത്തോണ്ട് വരുമെന്ന് ചോദിച്ചു. ദുനിയാവിൽ സ്വർഗത്തിലെ മണ്ണോ? അവിടെ നിന്നിട്ട് ആപ്പ പറയാന്ന് ഉടനെ ചൂണ്ടുന്നു അവനെ 10 മാസത്തോളം വൈകല്യം വന്ന ഉമ്മാനെ ചൂണ്ടിയിട്ട് പറയുന്നു, മോനെ നിന്റെ ഉമ്മ നിൽക്കുന്നുണ്ടല്ലോ, ആ ഉമ്മ നിൽക്കുന്ന അടുത്തേക്ക് പോയിട്ട് ഉമ്മാടെ കാലങ്ങ് മാറ്റണം, അവിടെ നിന്നിട്ട് ആ മണ്ണങ്ങ് എടുത്തോണ്ട് വാ, അത് സ്വർഗത്തിലെ മണ്ണാണെന്ന് ലോകത്തിന്റെ നേതാവ് കാലുഷ്യത്തിന്റെ കടങ്കഥയിൽ നിന്നും കൂപ്പുകുത്തിയ മാനവ സമൂഹത്തെ മാനവികതയുടെ മാർഗദർശനത്തിലേക്ക് പാടി വിളിച്ച മാനവികതയുടെ മാർഗദർശി അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെ നിന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞത് അത് ഉമ്മാന്റെ കാലിന്റെ കീഴിലുള്ള മണ്ണ് സ്വർഗത്തിലെ മണ്ണാണെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ, കരുണയുടെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ അടുത്തേക്ക് പൊയ്ക്കോ. ഈ പ്രപഞ്ച ലോകത്ത് നിങ്ങൾ കഴിയുമ്പോൾ പൊന്നാര ഉമ്മാന്റെ അടുത്ത് പോയി പറഞ്ഞോ, ഉമ്മ ഈ പ്രപഞ്ചത്ത് ഇന്ന് ഈ ഉള്ള ജലാചരങ്ങള് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ എല്ലാ നിഅമത്തുകളും നമ്മൾ ഇവിടെ നിന്നിട്ട് എന്തൊക്കെ കാട്ടിയാലും അല്ലാഹു ആഖിറത്തിൽ ചോദിക്കും. പക്ഷേ ഉമ്മാനെ മെച്ചപ്പെടുത്തിയ ദുനിയാവിന്ന് തന്നെ തുടങ്ങുമെന്ന് കാരുണ്യത്തിന്റെ മുത്തേ, മദീനയുടെ രാജാവേ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവിടെ ഹബീബാന പ്രവാചകൻ പറയുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മതി യുഹിബ്ബൂനൽ ഖംസ വയൻസൗനൽ ഖംസ. 5 കാര്യങ്ങൾ എനിക്ക് ശേഷം ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്, എന്റെ ഉമ്മത്തീങ്ങളുണ്ട്, അവർ 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങളെ മറന്നുകളയുകയും ചെയ്യുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഈ 5 കാര്യങ്ങൾ ഏതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 5 കാര്യങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടില് ചെമ്പഴന്തി പള്ളിയിൽ കൂടിയവര്, അതുപോലെ പല പല പ്രഭാഷണ സദസ്സുകളിൽ പോകുമ്പോൾ അവിടെ കൂടിയവര്, ഈ കേരളത്തിലുള്ളവർ, ഈ കാലത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരെ കുറിച്ചാണോ ഹബീബായ പ്രവാചകൻ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു, യുഹിബ്ബൂനൽ മാല, അവൻ ധനത്തെ ഇഷ്ടപ്പെടും, ധനത്തിന് വേണ്ടി എന്തും ചെയ്യും, ധനത്തിന് വേണ്ടി ഏത് പ്രവർത്തികളിലും അവൻ ഏർപ്പെടുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ. യുഹിബ്ബൂനൽ മാല, അവൻ ധനത്തെ ഇഷ്ടപ്പെടുമ്പോൾ വയൻസൗനൽ ഹിസാബ്, അല്ലാഹുവിന്റെ കോടതിയെ മറന്നുപോകും. നാളെ അല്ലാഹു തആല മഹ്ശറയിൽ ഒരുമിച്ച് വിളിക്കും. ഈ സമയത്തുണ്ടല്ലോ ദുനിയാവിൽ നീ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു അവിടെ ലിസ്റ്റായിട്ട് വായിക്കും, അവിടെ നിന്ന് നിനക്ക് ശിക്ഷ തരും. ഈ കാര്യങ്ങളെല്ലാം അവനങ്ങ് മറന്നുപോകുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അല്ലേ സഹോദരങ്ങളെ, നമ്മളിപ്പോ ധനത്തെയല്ലേ ഇഷ്ടപ്പെടുന്നത്, ധനത്തിന് വേണ്ടിയല്ലേ പരക്കം പായുന്നത്. രാവിലെ പ്രഭാതം പൊട്ടി വരുമ്പോൾ എണീക്കുമ്പോൾ ചെമ്പഴന്തി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി അങ്ങ് കേൾക്കുമ്പോൾ അല്ലാഹു തന്ന ചെവി കൊണ്ടത് കേട്ടിട്ട് എന്റെ പൊന്നാര മോനെ, അവിടെ നിന്ന് രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങിക്കൊണ്ട് ടൈയും കെട്ടിയിട്ട് ദുനിയാവിന് വേണ്ടി നീ പരക്കം പായല്ലടാ, അവിടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി പരക്കം പായല്ലടാ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ അവിടെ നിന്ന് അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോൾ അല്ലാഹു തന്ന ചെവി കൊണ്ട് കേട്ടിട്ട് അല്ലാഹുവിനേക്കാൾ വലിയവൻ നീയാണെന്നുള്ള നിലപ്പിന് നിന്റെ നടത്തയുണ്ടല്ലോ. അരുത് മക്കളെ, നാളെ ആഖിറമുണ്ട്, അവിടെ നല്ല ചോദ്യം ചെയ്യപ്പെടും. ഈ കാര്യം നീ മറന്നുകളയല്ലേ. പ്രവാചകൻ പറഞ്ഞ യുഹിബ്ബൂനൽ മാല, ധനത്തെ ഇഷ്ടപ്പെടും, വയൻസൗനൽ ഹിസാബ്, അല്ലാഹുവിന്റെ കോടതിയെ മറന്നുപോകുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന്. രണ്ടാമത് ഹബീബാന പ്രവാചകൻ പറയുന്നു, യുഹിബ്ബൂനൽ ദുനിയ, ദുനിയാവിനെ അവൻ ഇഷ്ടം.
ദുനിയാവിനെ അവൻ ഇഷ്ടപ്പെടും. അവന്റെ ചിന്ത മൊത്തം ദുനിയാവാണ്. ദുനിയാവ്, എനിക്ക് ദുനിയാവ് വേണം. പക്ഷേ ആഖിറത്തെ എന്ന് പറയുന്നു. നാളെ അള്ളാഹുവിന്റെ കോടതിയുണ്ട്, അവിടെ ആഖിറം എന്ന ലോകമുണ്ട്. ആഖിറത്തിലേക്ക് നമ്മൾ പോകാനുള്ളവരാണ്. എപ്പോഴും ഇവിടെ ശാശ്വതമല്ല. അടച്ചു മൂടപ്പെട്ട കോട്ടയ്ക്കുള്ളിലായാലും ശരി മോനെ, അവിടെ മരണം എത്തുമെന്നുള്ള കാര്യം നീ മറന്നുപോകുന്നു, വിട്ടുപോകുന്നു. ആരാണ് പറയുന്നത് എന്റെ സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആൻ. മദീനയില് പച്ചക്കുബ്ബയുള്ള മദീനയില് ലോകത്തുള്ള ജനങ്ങളുടെ ചങ്കില് ചോരയായ കരളിന്റെ കാതലായ കണ്ണിന്റെ കൃഷ്ണപടിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഇറക്കി കൊടുത്ത മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെ പറയുന്നു, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദത്ത്, അടച്ചു മൂടപ്പെട്ട കോട്ടയ്ക്കുള്ളിലായാലും ശരി, അവിടെ നിന്നെ തേടി മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം അവിടേക്ക് എത്തുന്നു. അത് അമേരിക്കയിലാവട്ടെ, കണ്ണൂരിലാവട്ടെ, കാസർഗോട്ടാവട്ടെ, നീ എവിടെയായാലും മോനെ, നിന്റെ മരണമങ്ങടുത്താൽ പറ്റി ഏത് വണ്ടിയിൽ കയറിയാലും നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനിറങ്ങാം. പക്ഷേ മരണമെന്ന വാഹനത്തിൽ കയറിയാൽ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. എന്റെ സഹോദരാ, നീ ചിന്തിച്ചിട്ടില്ലടാ? 13 വയസ്സുള്ള മക്കള്, 24 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ പ്രസവിച്ച ഇട്ട ഉടനെ ഇങ്ങനെ കണക്കുണ്ടോ? ഇന്നലെ കണ്ണൂർ കൂത്തുപറമ്പ് പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്രദേശത്ത് നിന്നിട്ട് ഒരു പ്രിയ സുഹൃത്ത് അവിടത്തെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ പാമ്പ് കുത്തിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പ്രഭാഷണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് സെക്രട്ടറി വന്നോട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മോനെ, പ്രസംഗ സദസ്സാണെന്ന് പറഞ്ഞിട്ട് അസ്രായീലിന് പേടിയാവോടാ. ഇരിക്കുന്നത് ഏത് സ്ഥലത്തായാലും അസ്രായീൽ ടൈമായാൽ അവിടേക്ക് വരിക തന്നെ ചെയ്യും, അതിന് സംശയമില്ല. ഹബീബായ പ്രവാചകൻ പറയുന്നു, ദുനിയാവിനെ ഇഷ്ടപ്പെടും, ആഖിറത്തെ മറന്നു പോകുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകന്, സാഗര സൗദീവിലെ സംരക്ഷകന്, ഈ പ്രപഞ്ചലോകത്തെ സൃഷ്ടിക്കാൻ കാരണബോധരായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മൂന്നാമതായി പറയുന്നു. എന്താണ് സഹോദരങ്ങളെ മൂന്നാമത് ഹബീബാന പ്രവാചകൻ പറയുന്നത്? ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷേ മരണത്തെ മറന്നു പോകുമെന്ന് ഹബീബുനാ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ദീനിനു വേണ്ടി കൈകൊടുത്തിട്ടുണ്ടോ? ദീനിനു വേണ്ടി ശരീരത്തിന്റെ അവയവങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ദീനിനു വേണ്ടി നമ്മൾ എന്താണ് കൊടുത്തത്? എന്നാൽ നിങ്ങൾക്കറിയുമോ, മദീന പള്ളിയുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഒരാള് വന്നിട്ട് മദീന പള്ളിയിൽ നിന്നുകൊണ്ട് അവിടത്തെ മദീന പള്ളിയുടെ ഉള്ളിലിരുന്ന സഹാബാക്കളെയും റസൂലുള്ളാഹിനെയും വെല്ലുവിളിക്കുകയാ. എന്തെന്നറിയുമോ അവിടെ നിന്ന് വിളിക്കുന്നത്? ധൈര്യമുള്ള മുഹമ്മദ്, ഇറങ്ങി വാടാ,
എന്റെ കൂടെ മൽപിടുത്തം പിടിക്കാൻ നീയൊന്ന് വാടാ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അവിടുന്ന് അനങ്ങിയില്ല. മദീന പള്ളിയായ നിശ്ചലമാണ്. ഈ സമയത്ത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചാടി എണീച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലോ റസൂലല്ലാഹ്, അങ്ങൊന്ന് സമ്മതം തരുമോ നബിയേ? അങ്ങ് സമ്മതം തന്നാൽ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയിട്ട് അത് ആരായാലും അവന്റെ തലയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇരിക്കുക, ക്ഷമിക്കുക, നീ അവിടെ ഇരുന്നു. രണ്ടാമത് വെല്ലുവിളി വരികയാ, എടാ ഭീരുവാന മുഹമ്മദ്, നിനക്ക് പേടിയല്ലേടാ? എന്നാൽ നിന്റെ അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ ഇങ്ങോട്ട് പറഞ്ഞു വിടടാ. ആരാണ് പറയുന്നത്? എന്റെ സഹോദരങ്ങളെ, ആരാണ് പറയുന്നത്? ഹബീബാന പ്രവാചകന്റെ പള്ളിയുടെ ബേക്കിലേക്ക് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് വെളിയിൽ നിന്നിട്ട് വെല്ലുവിളിക്കുക, ഉടവാൾ ഊരി പിടിച്ചുകൊണ്ട്. ഈ സമയത്തൊരു സഹാബി അങ്ങോട്ട് ഇറങ്ങുന്നു. ഈ സമയത്തും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചാടി എണീച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമ്മതമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകാം. അവിടെന്ന് പറഞ്ഞു, ഇരിക്കൂ എന്റെ സഹോദരങ്ങളെ. ആ സദസ്സിൽ ആരുണ്ടെന്നറിയുമോ? 40 വെള്ളയാനകൾ പൊക്കിയാൽ പൊങ്ങാട്ട് ഖൈബർ കോട്ടയുടെ വാതിൽ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്ത് ഘോര വെട്ടികൾ തടുത്ത അല്ലുണ്ട്. അവിടെന്ന് റസൂലുള്ളാഹി തങ്ങളെ അത്രത്തോളം മഹബത്ത് വെച്ച മഹാനായ അബൂബക്കർ അവിടുന്ന് മക്ക മദീന കിട്ടിക്കിട്ടാ വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, അവിടുന്ന് ധനികനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരെല്ലാവരും അവിടെ ഇരിക്കവേ അബൂ ഉബൈദ എണീച്ചിട്ടാണ് ചോദിച്ചത്, നബിയേ, അങ്ങൊന്ന് സമ്മതം തരുമോ? സമ്മതം തന്നാൽ ഞാൻ പുറത്തേക്ക് പോകാം. ഈ സമയത്ത് പറയുന്നു, ഇരിക്കുക, ക്ഷമിക്കൂ. അവിടെ നിന്നുണ്ടല്ലോ വെളിയിലേക്കൊരു സഹാബി പോയി. ആരാണെന്ന് നോക്കിയിട്ട് വന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ വെല്ലുവിളിക്കുന്നത് ആരെന്നറിയുമോ? ഈ വെല്ലുവിളിക്കുന്നത് അബൂ ഉബൈദയുടെ വാപ്പയാണ്. 3ാമത്തെ തവണ അവിടെ നിന്ന് വെല്ലുവിളി മുഴങ്ങുന്നു. ഭീരുക്കളെ, റസൂലുള്ളാഹിനെ അങ്ങ് ചീത്ത വിളിച്ചു. ഉബൈദ ഉടവാളുമായിട്ട് എഴുച്ചുകൊണ്ട് മദീനയുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്കങ്ങ് ചാടി. സഹാബാക്കളെല്ലാം എണീച്ചുകൊണ്ട് പറയുന്നു, ഉബൈദ റസൂലുള്ളാഹിന്റെ സമ്മതമില്ലാതെയാണല്ലോ പുറത്തേക്ക് പോയത്. ഉബൈദയുടെ തല പോയത് തന്നെ. ഈ സമയത്ത് പുറത്തേക്ക് ചാടിയ ഉബൈദ അത് കണ്ട വാപ്പ ചോദിക്കുന്നു, നീയാണോ എനിക്ക് നേരെ മൽപിടുത്തം പിടിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് അബൂ ഉബൈദ തങ്ങൾ പറയുന്നു, എന്റെ റസൂലുള്ളാഹിനെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. അതെന്റെ വാപ്പയാവട്ടെ, എന്റെ ഉമ്മയാവട്ടെ, എന്റെ പ്രിയ സുഹൃത്താവട്ടെ, ഞാൻ എന്റെ രാജാവായ അല്ലാഹു തആല എനിക്ക് തന്ന ഈ പ്രപഞ്ചത്തിൽ റസൂലുള്ളാഹിനെ കണ്ട് ജീവിച്ചവർക്ക് പ്രവാചകരെ ആരെന്ത് പറഞ്ഞാലും അത് സഹിക്കില്ല.
അവിടുന്ന് ഉബൈദ പറയുമ്പോൾ അവിടുന്ന് വാപ്പ പറയുന്നു, വാളെടുക്കാൻ പഠിപ്പിച്ചത് ഞാനല്ലേടാ, നിനക്ക് ഭക്ഷണം തന്നത് ഞാനല്ലേടാ, നിനക്ക് വസ്ത്രം വാങ്ങി തന്നത് ഞാനല്ലേടാ, എനിക്ക് കറുത്ത കുതിര വേണ്ട വാപ്പാ, വെള്ള കുതിര വേണമെന്ന് പറഞ്ഞപ്പോൾ എത്ര ദൂരം പോയാണടാ നിനക്ക് കുതിര ഞാൻ വാങ്ങി തന്നത്, എന്നിട്ട് എന്നോട് നീ നേരിടാൻ വന്നു, പിന്മാറിക്കോ. ഈ സമയത്ത് പറയുന്നു, ഞാൻ പിന്മാറൂല വാപ്പാ, നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്റെ ഹബീബിനെ താൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഹബീബിനെ നേർക്ക് നിങ്ങൾ ചീത്ത വിളിച്ചിട്ടാണ്, അവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ടാണ്. അതുകൊണ്ട് വരൂ നമുക്ക് ഫൈറ്റാമെന്ന് പറയുമ്പോൾ വാപ്പ പറയുന്നു, നീയാണെങ്കിൽ ശരി, നീ എന്റെ കൂടെ ഫൈറ്റണമെങ്കിലോ നിന്റെ തലയെങ്കിൽ നിന്റെ തല തന്നടാ എന്നും പറഞ്ഞവിടെ യുദ്ധം തുടങ്ങുന്നു. അവിടെ പൊടിപടലങ്ങൾ പറക്കുകയാ. മദീന പള്ളിയിൽ നിന്ന് സഹാബാക്കൾ പുറത്തേക്ക് നോക്കുന്നു. എന്റെ സഹോദരങ്ങളെ, പുറത്ത് പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ അവിടെ നിന്നിട്ട് ഒരു തലയങ്ങോട്ട് കൊയ്യുന്നു. ഉടനതാ ഭൂമിയിലേക്ക് വീഴുകയാണ്. രക്തക്കടവുമായിട്ട് വാളുമായിട്ട് വലത്തേ കയ്യിൽ വാളും ഇടത്തേ കയ്യിൽ വാപ്പാന്റെ തലയുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയാ. വന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്കു സലാം. ഇതങ്ങോട്ട് പറയുമ്പോൾ അള്ളാന്റെ റസൂലുണ്ടല്ലോ മുഖഭംഗി തിരിച്ചു കളഞ്ഞു. റസൂലുള്ള മുഖഭംഗി തിരിച്ചു കളഞ്ഞപ്പോൾ അബൂബൈദയുടെ കണ്ണിൽ നിന്ന് തെളുകയായി കണ്ണീര് വീണു. അവിടുന്ന് ശരീരം കിടകിടാ വിറയ്ക്കാൻ തുടങ്ങി. കാരണമെന്തേ? വാപ്പാന്റെ തലയെടുത്തത് കൊണ്ടല്ല, എന്റെ പ്രവാചകരാന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്നോട് പിണങ്ങിയല്ലോ, പ്രവാചകൻ എന്നോട് പിണങ്ങിയല്ലോ, അതുകൊണ്ട് എനിക്ക് ദുനിയാവില്ല, എനിക്ക് അവിടുന്ന് ആഖിറമില്ല. അങ്ങനെ കരയാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടി പാലിന് കരയുന്നത് പോലെ അവിടുന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. രണ്ടാമത്തെ തവണ ഇടറിയ സ്വതത്തോടെ പതറിയ മനസ്സോടെ പറയുന്നു, അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് സലാം. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മുഖമങ്ങ് തിരിച്ചു കളഞ്ഞു. മുഖമങ്ങ് തിരിച്ചു കളഞ്ഞ സമയത്ത് അവിടെ നിന്ന് അബൂബൈദ തങ്ങള് നിലത്തേക്ക് കാലുമുട്ടുകുത്തിയിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത്? ഈ പ്രപഞ്ചത്തില് എത്ര 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 പൈസ സമ്പാദിക്കാമല്ലോ. അവിടെ നിന്ന് വാപ്പാന്റെ തലയെടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ സമ്മതമില്ലാതെ പുറത്തേക്ക് പോയതുകൊണ്ട് റസൂലുള്ള മുഖം തിരിച്ചു. റസൂലുള്ള മുഖം തിരിച്ചത് കൊണ്ട് എനിക്കിന്നി ദുനിയാവില്ല, എനിക്കിന്നി ആഖിറമില്ല. അബൂബൈദ തങ്ങള് അതാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു.
വാനലോകത്ത് നിന്ന് മഴ പെയ്യുന്നത് പോലെ കരയുന്നത് കണ്ട് സഹാബാക്കളുണ്ടല്ലോ, മൃഗങ്ങളുണ്ടല്ലോ, അപൂർവകൃതങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ കരയാൻ തുടങ്ങി. ഈ സമയത്ത് മൂന്നാമത് അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, നബിയേ അങ്ങേക്കു സലാം. റസൂലുള്ളാഹ് മുഖമങ്ങ് തിരിച്ചു കളഞ്ഞു. ഈ സമയത്ത് അബൂബക്കറിന്റെ നേതൃത്വത്തെ വിട്ടു പൊട്ടിക്കറിയാൻ തുടങ്ങി. വാപ്പാന്റെ തലയങ്ങ് മാറ്റി, പാടങ്ങോട്ട് മാറ്റി. റസൂലുള്ളാഹ് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ് നബിയേ. അങ്ങയെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനാവാതെ ആദ്യം എണീച്ചു ചോദിച്ചു, രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ എണീച്ചെന്ന് ചോദിച്ചു, മൂന്നാമത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അത് എന്റെ വാപ്പയാണത്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അവിടെ നിന്ന് എണീച്ചു പോയതാണ്, എന്റെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് തങ്ങളെ അങ്ങക്ക് സലാം മടക്കടേ. ഈ സമയത്തുണ്ടല്ലോ ലോകത്തുള്ള ലക്ഷ്യം ജനങ്ങളെ രക്ഷിക്കുന്നവരും ശിക്ഷിക്കുന്നവരുമായ യജമാനനായ റബ്ബ് വാനലോകത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിടുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുവൽ മുഫ്ലിഹൂൻ. നബിയേ ഇവരുണ്ടല്ലോ, ഈ കൂട്ടരുണ്ടല്ലോ, ഉലൈക ഹിസ്ബുല്ലാഹ്, ഈ കൂട്ടൻ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുവൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടി വിജയിച്ചവരാണ് നബിയേ. അതുകൊണ്ടങ്ങ് സലാം അടക്കണേ. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ റസൂലുള്ള തിരിഞ്ഞു നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ സലാമങ്ങ് അടക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഒരു മിഠായിക്ക് വേണ്ടി കുട്ടി കരയുമ്പോൾ ഉടൻ തന്നെ മിഠായി കൊടുക്കുമ്പോൾ കരച്ചിൽ നിൽക്കുന്നത് പോലെ ഉമ്മാനെ കാണാതെ അലറി വിളിക്കുന്ന കുട്ടി ഉമ്മാനെ കാണുമ്പോൾ കരച്ചിൽ നിർത്തുന്നത് പോലെ വാനലോകത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ നിൽക്കുന്നത് പോലെ അബൂബക്കറിന്റെ കരച്ചിലങ്ങ് നിന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അടുത്തേക്ക് ചെന്നിട്ടോ എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങ് പൊരുത്തം തരണം നബിയേ, മദീനയുടെ രാജാവേ അങ്ങ് പൊരുത്തം തരണം നബിയേ. ഈ സമയത്ത് റസൂലുള്ളാഹ് അവിടെ നിന്ന് അബൂബക്കറിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ആ പ്രവാചകനാരാ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സർവ്വലോകത്തേക്കും അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനെ നാം അയച്ചിട്ടില്ല. അലാമായി ഇഖ്ബാൽ പാടിയില്ലേ റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട്, ഉദാസേ സംഹൂർ സബ്സേ സിയാദതോ അഹ്ലം സേ അഹ്ല ഹമാരാ മുഹമ്മദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനേക്കാൾ കുറഞ്ഞ വ്യക്തിയാണെങ്കിലും ഇരുലോകത്തെ ഉന്നതനാണ്. അതേ മദീനയുടെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ടല്ലേ എന്റെ സഹോദരങ്ങളെ ഈ ചെമ്പഴന്തിയുടെ മണ്ണിലേക്ക് അവിടുന്ന് മണ്ണിൽ കളിച്ചു വളർന്ന ശ്രീനാരായണ ഗുരു പോലും അള്ളാന്റെ പ്രവാചകനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവമാക്കിക്കൊണ്ട് പറഞ്ഞില്ലേ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുത്തുരജ്ഞമോ റസൂലുള്ളാഹിനെ ദൈവമാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞുവെങ്കിൽ കാരുണ്യത്തിന്റെ പ്രവാചകരല്ലേ ആ പ്രവാചകർ ഇപ്പോൾ പച്ചക്കുപ്പയുള്ള മദീനയുടെ കീഴിൽ മണ്ണോട് മണ്ണ് ചേരാനോ അന്തിമശ്രമം കൊള്ളുന്ന അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നാലാമതായി പറയുന്നു, എന്റെ സമുദായം അവരുണ്ടല്ലോ 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങളെ മറന്നു കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നു, അവര് മണിമാളികളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് കാരുണ്യത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമതായി പഠിപ്പിക്കുക ഹിബ്ബൂനൽ ഖുസൂറ, മണിമാളികളെ ഇഷ്ടപ്പെടും. അവിടെ നിന്ന് ഹബീബാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിബ്ബൂനൽ ഖുസൂറ, മണിമാളികളെ ഇഷ്ടപ്പെടും. പക്ഷേ നമ്മളിന്റെ സഹോദരങ്ങളെ, നമ്മളെയൊക്കെ ചിന്ത അതല്ലേ, ഇവിടെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചിന്ത, അടുത്തുള്ള ആൾ പച്ച പെയിന്റ് അടിച്ചാൽ എനിക്ക് ചുവപ്പ് പെയിന്റ് അടിക്കും, അടുത്തുള്ള 2 നില വെച്ച് എനിക്ക് 3 നില വെക്കാം. നിങ്ങളൊക്കെ ഉറങ്ങണ നിങ്ങളൊക്കെ ഉറങ്ങി എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താ, അവിടെ നിന്നിട്ട് എങ്ങനെ വിളിക്കും? അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. നിങ്ങൾ ഉറങ്ങണം തന്നെ പ്രത്യേകിച്ച് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലാഹു തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, അവിടെ നിന്നിട്ട് ഹബീബാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുസൂറ, മണിമാളികളെ ഇഷ്ടപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബാന പ്രവാചകൻ പറയുന്നു, മണിമാളികളെ ഇഷ്ടപ്പെടും. നമ്മൾ ഒരു വീട് വെച്ചാൽ ഉടനെ അടുത്ത ആളൊരു വീട് വെച്ചാൽ എനിക്ക് 2 നില വെക്കണം, അവൻ ടെറസ് കെട്ടിയാൽ ആ ടെറസ് മാറ്റി എനിക്ക് ഓട് മാറ്റി ടെറസാക്കണം, അങ്ങനെയുള്ള ചിന്തക്കാരാണ്. അങ്ങനെയുള്ള ചിന്തയുള്ള ഈ മനുഷ്യരാണ് ഈ പ്രപഞ്ച ലോകത്തിൽ അലയുന്നത്, അല്ലേ? ഈ പ്രപഞ്ച ലോകത്തിൽ അലയുന്ന നമുക്ക് വീട് വെക്കാനും അതുപോലെ തന്നെ പൈസകൾ തരാനും സന്താനങ്ങളെ തരാനും എല്ലാം യജമാനനായ റബ്ബ് നമുക്ക് തന്നിട്ട് യജമാനനായ റബ്ബിനെ നമ്മൾ ഓർക്കുന്നില്ല. ഹബീബാന പ്രവാചകൻ പറയാ, അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് 5 കാര്യങ്ങളിലായിരിക്കും. അതിൽ ഒന്നാമത് മാലിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത് ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, നാലാമത് അവിടെ നിന്ന് പറയാ യുഹിബ്ബൂനൽ ഖുസൂറ, മണിമാളികകളെ ഇഷ്ടപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നു, യൻസൗനൽ ഖുബൂർ, ഇടുങ്ങിയതായ ഖബറിനെ മറന്നു പോകുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ. മണിമാളികകളെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഇടുങ്ങിയതായ ഖബറിനെ മറന്നു പോകും. നാം ഇവിടെ AC റൂമിലാ കിടക്കുന്നത്, നമുക്ക് തലങ്ങണിയില്ലാതെ ഉറക്കം വരൂല, നമുക്ക് പുതപ്പില്ലാതെ ഉറക്കം വരൂല, നമുക്ക് അവിടെ നിന്നിട്ട് കിടക്കുമ്പോൾ ഒരു 0 വാട്ടില്ലാതെ ഉറക്കം വരൂല. പക്ഷേ നാളെ കിടക്കാനുള്ളത് ഖബറിന്റെ ഉള്ളിലാണ്, 6 അടി മണ്ണിലാണ്, ചെമ്പഴന്തിയുടെ പരിസരത്തുള്ള പള്ളി പ്രദേശത്താണ് നാം കിടക്കാനുള്ളതെന്നുള്ള കാര്യം നമ്മൾ അവിടെ നിന്ന് മറന്നു പോകുക. ഹബീബാന പ്രവാചകൻ പറയുന്നു, മമാത്തിന് അവിടെ നിന്നിട്ട് ഇടുങ്ങിയതായ ഖുബൂറായ ഖബറിനെ മറന്നു പോകുമെന്ന് ഹബീബാന പ്രവാചകൻ. സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബറെന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. പക്ഷെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ വലുതായിട്ട് അങ്ങോട്ട് കരയില്ല. ഈ സമയത്ത് അവിടുന്ന് ചോദിച്ചു, എന്താ ഉസ്മാൻ അങ്ങ് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രത്തോളം പൊട്ടിക്കരയുന്നേ? ആ സമയത്ത് അവിടുന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാ, ഖബറിലോട്ട് പോകുമ്പോൾ അവിടുന്ന് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് ഉത്തരം പറഞ്ഞ് വിജയിച്ചാൽ പിന്നെ അങ്ങോട്ട് വിജയമാണ്. നേരെ മറിച്ചോ ഖബറിൽ അവിടെ അങ്ങോട്ട് അതമ്പതിച്ചു പോയാൽ അവിടെ ചെല്ലുമ്പോൾ ലാ അദിരി, എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കല്ലേ എന്നങ്ങ് പറഞ്ഞു പോയാൽ എന്റെ സഹോദരങ്ങളെ
പിന്നെ അങ്ങോട്ടുള്ള കാര്യം പോക്കാണ്. അതുകൊണ്ടല്ലേ തഴവാ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പൊട്ടിക്കരയണം. ആർക്കെങ്കിലും കരച്ചിൽ വരോ? മഹാനായ റബിയ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഖബർ കുഴിച്ചിടും. എന്നിട്ട് രാവിലെ പോയി തിരിച്ചു വന്നാലുടൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആ ഖബറിൽ ഇറങ്ങി കിടക്കുമായിരുന്നു. എന്നിട്ട് ചിന്തിക്കും, റബ്ബേ നാളെ ഞാൻ കിടക്കാനുള്ളത് ഇതുപോലത്തെ ഇടുങ്ങിയതാന ഖബറിലല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മഹാനായ സ്വഹാബാക്കളോട് നിന്ന് പൊട്ടിക്കരയുമായിരുന്നു ഖബറിനെ കുറിച്ച് ഓർത്തിട്ട്. നമ്മളോ സഹോദരങ്ങളെ, നമ്മൾ ഖബറിനെ മറന്നുപോയി. വീട്ടിലൊരാൾ മരിച്ചാൽ ആദ്യത്തെ 3, പിന്നെ 10, പിന്നെ 40, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ചിന്തയില്ല. വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് 3 കെട്ടും കെട്ടി അവിടെ നിന്ന് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് അങ്ങ് ഇറക്കിയതിനു ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ഒരു ചിന്തയും വരുന്നില്ല. ആ ഖബറിൽ എന്താണ് നടക്കുന്നത്? ഏത് മലക്കാണ് വരുന്നത്? അവിടെ വരുന്ന പാമ്പിന്റെ നീളം എത്രയാണ്, വീതി എത്രയാണ്, ആഴം എത്രയാണ്, അത് കൊത്തുമ്പോൾ എത്രത്തോളം ഭയാനകരമായ രീതിയിലാണ് 7 ഭൂമിയും താണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റന്നാള് മനുഷ്യ നീ നരകത്തിന്റെ വിറകുകൊള്ളി എന്ന വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഹബീബാന പ്രവാചകൻ പഠിപ്പിക്കുന്നു, മരണത്തെ അങ്ങ് മറന്നുപോകും. അഭിമാന പ്രവാചകൻ പറയാ. 4-മതായിട്ട് അവിടെ 5-മതായിട്ട് അഭിമാന പ്രവാചകൻ പറയുന്നു, സൃഷ്ടിയെ ഇഷ്ടപ്പെടും, പക്ഷേ സൃഷ്ടാവിനെ അങ്ങ് മറന്നുപോകും. അല്ലേ സഹോദരങ്ങളെ, ഒരാള് നമുക്കൊരു 100 രൂപ തന്നു, അല്ലെങ്കിൽ 200 രൂപ തന്നു. എന്നാൽ നമ്മൾ എത്ര പേർത്തെ പറയും, അവ എനിക്ക് 200 രൂപ തന്ന്, അവ എനിക്ക് 100 രൂപ തന്ന്. പക്ഷേ കണ്ണ് തന്ന റബ്ബ്, കാത് തന്ന റബ്ബ്, ശരീരത്തിന്റെ അവയവങ്ങൾ തന്ന റബ്ബ്, കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോൾ, ഒരു കാലില്ലാത്ത ഒരാളെ കാണുമ്പോൾ, ഒരു കൈയില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഇതുവരെയെങ്കിലും മനസ്സുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹ് എനിക്ക് എത്ര വലിയ നിഅമത്താണ് നൽകിയത്. എന്റെ കൈക്കൊരു കുഴപ്പവുമില്ലല്ലോ, എന്റെ കാലിനൊരു കുഴപ്പവുമില്ലല്ലോ, എന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറവില്ലല്ലോ, എന്റെ ചെവിയുടെ കേൾവിക്ക് യാതൊരു കേടുപാടുമില്ലല്ലോ, എനിക്ക് അറ്റാക്ക് ഇല്ലല്ലോ, എനിക്ക് ക്യാൻസർ ഇല്ലല്ലോ. സഹോദരങ്ങളെ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിളിച്ചു പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യണം ഉസ്താദേ, എന്റെ മോനിക്ക് ക്യാൻസർ ആണ്. എന്റെ സഹോദരങ്ങളെ, ഇപ്പോൾ കൊച്ചുമക്കളെ പ്രസവിച്ചിട്ടാലുടൻ തന്നെ ആ കൊച്ചുമക്കൾക്ക് ഷുഗർ ഇല്ലയോ, പ്രഷർ ഇല്ലയോ, അവിടുന്ന് പ്രമേഹമില്ലയോ. എന്നാലോ എന്റെ സഹോദരങ്ങളെ, നാം ചിന്തിക്കുന്നുണ്ടോ? റബ്ബിനെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്കല്ല രോഗം തന്നില്ലല്ലോ എന്നുള്ള ഗമയിൽ അല്ല എനിക്ക് രോഗം തരൂലല്ലോ എന്നും പറഞ്ഞ് നടക്കണ്ട. അവിടുന്ന് പള്ളിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാൻ പറയുമ്പോൾ എന്റെ പൈസ ഇല്ല, എപ്പോഴും പള്ളിപ്പിരിവാണോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് തിരിച്ചടിക്കുന്ന നിങ്ങളെ നാവുണ്ടല്ലോ, ഈ നാവ് തന്നതാരെന്നറിയുമോ? സംസാരിക്കാനുള്ള കഴിവ് തന്നതാരെന്നറിയുമോ? യജമാനനായ അല്ലാഹയാണ്. ഉമ്മാനോട് കയർത്ത് സംസാരിക്കുമ്പോൾ, മോനെ നിനക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നവൻ റബ്ബാണെന്നുള്ള കാര്യം നീ ഓർക്കണേ. ഒരു ദിവസമെങ്കിലും നീ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, നിന്റെ ആരാധനകൾ ആകാശയാത്ര നടത്തുമ്പോൾ ഒരു തവണയെങ്കിലും റബ്ബിനെ ഓർക്കണേ. അവിടെ നിന്ന് സൃഷ്ടാവിനെ നീ ഓർക്കണേ മോനെ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ
ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കാനുള്ളതാണ് എന്നുള്ള ചിന്ത പോലുമില്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ മരിച്ചെന്നുള്ള മരണവാർത്ത അറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അറിയുന്ന മനുഷ്യ നിങ്ങൾ പറയുന്നത് അവൻ ചത്തോ, അവൻ ചത്തുപോട്ടെ എന്നല്ലേ മോനെ? നേരെ മറിച്ചിട്ട് അവൻ മരിച്ചോ, എനിക്ക് പള്ളിയിലേക്കൊന്ന് പോകണോ, അവന്റെ ജനാസ നിസ്കരിക്കണോ. ആ ജനാസ നിസ്കരിക്കുമ്പോൾ ഞാൻ മരിച്ചാലും എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കും ജനാസ നിസ്കരിക്കാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കൂട്ടം കാണും എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടോ? രാത്രി കിടക്കാൻ നേരത്ത്, നീ ഉറങ്ങുന്ന സമയത്ത് നീ ചിന്തിക്കുന്നത് എന്താണ് മോനെ? എനിക്ക് നാളെ രാവിലെ എണീച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് യോഗത്തിന് പോണം, ഇന്ന സ്ഥലത്ത് ഇന്നതിന് പോണം. നേരെ മറിച്ച് രാത്രി കിടക്കുമ്പോൾ അല്ലാ, ഈ ഉറക്കം ഞാൻ ഉണരുമോ? ഈ പ്രപഞ്ചത്തിൽ ഇനി നോക്കാൻ എനിക്ക് കഴിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതமான പ്രതിഭാസങ്ങൾ ഇന്ന് ഈ ഭൂമി ലോകത്തോട് നടക്കാൻ എനിക്ക് കഴിയുമോ? ചിന്തിക്കുന്നില്ലല്ലോ മോനെ. എന്നാൽ നിനക്കറിയുമോ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി നാം റിപ്പോർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് അത്താഉ സലമി എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. ആ മഹാനവറുകളുണ്ടല്ലോ, അവിടെ നിന്ന് തുണി നെയ്യുകയായിരുന്നു ജോലി. ദിവസങ്ങളോളം തുണി നെയ്ത് അവിടെ നിന്ന് 1 വർഷത്തോളം, 2 വർഷത്തോളം, 3 വർഷത്തോളം അവിടെ നിന്നിട്ട് തുണി ഇങ്ങനെ നെയ്ത് ഇതിന് യാതൊരുവിധ കേടുപാടുമില്ലല്ലോ. ഇത് അങ്ങാടിയിലേക്ക് എനിക്ക് കൊണ്ടുപോകണം, ഞാൻ ചോദിക്കുന്ന വില എനിക്ക് കിട്ടും, ഞാൻ ചോദിക്കുന്ന വില എനിക്ക് കിട്ടും. ആരാണ് എന്റെ സഹോദരങ്ങളെ? മഹാനായ അത്താഉ സലമി വിചാരിക്കുകയാ. കാരണം ദിവസങ്ങളോളം, വർഷങ്ങളോളം, മാസങ്ങളോളം എടുത്ത് നെയ്ത ഈ തുണിക്ക് യാതൊരുവിധ കേടുപാടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നെയ്തെടുത്തു. എന്റെ സഹോദരങ്ങളെ, ചന്തയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്ക് കൊണ്ടുപോയി അവിടെ വിറ്റിട്ട് എനിക്ക് ഇന്ന വില വേണമെന്ന് പറയുമ്പോൾ ഒരാൾ അവിടേക്ക് വരികയാ. അദ്ദേഹം നെയ്ത്തുകാരനാണ്. അദ്ദേഹം അവിടേക്ക് വന്നിട്ട് ഈ മനുഷ്യനോട് പറയുന്നു. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? ഈ മനുഷ്യനോട് പറയാ, ഈ തുണിക്ക് ഇന്ന ഫീ ഖുയൂബൻ കദാ വ കദാ, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് അത്താഉ സലമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ സഹോദരങ്ങളെ, കരച്ചിലിന്റെ സൗണ്ട് അങ്ങ് കൂടി. ഈ സമയത്ത് ഈ മനുഷ്യനുണ്ടല്ലോ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കരയണ്ട, നിങ്ങൾ ചോദിക്കുന്ന വില തന്നെ ഞാൻ തരാം, നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയല്ലേ, നിങ്ങൾ ചോദിക്കുന്ന വില ഞാൻ തരാം എന്ന് മഹാനായ അത്താഉ സലമിയോട് പറയുമ്പോൾ അത്താഉ സലമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാ, ലൈസ സാലിക കമാ തഹുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പൊട്ടിക്കരയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് എന്തെന്നറിയുമോ? ഇന്നമാനാമിലും അവിടെ നിന്ന് ഞാൻ ഇരുന്ന് നെയ്യാൻ നല്ല കഷ്ടപ്പെട്ടു. വർഷങ്ങളോളം സൂക്ഷ്മതയായിട്ട് നെയ്തിട്ട് ഇതിനൊരു കേടുപാടുമില്ലല്ലോ, ഇതിന് യാതൊരുവിധ കേടുപാടും വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഞാനങ്ങ് നെയ്തു. പക്ഷേ അറിയാവുന്ന നിങ്ങളടുത്തേക്ക് എത്തിയപ്പോ ഈ പ്രപഞ്ചത്തില് ഒരുപാട് തുണി നെയ്യുന്ന നിങ്ങളടുത്തേക്ക് എത്തിയപ്പോ എന്റെ സഹോദരാ, നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു,
എന്തെന്നറിയുമോ, ഇതിന് ഇന്ന കുഴപ്പമുണ്ട്, ഇതിന് ഇന്ന തെറ്റുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് ചിന്തിച്ചു, എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ നിസ്കാരം എന്താണെന്നറിയാവുന്ന റബ്ബ്, നോമ്പ് എന്താണെന്നറിയാവുന്ന റബ്ബ് അവിടെ നിന്നുണ്ടല്ലോ. സകാത്ത് എന്തെന്നറിയുന്ന റബ്ബ്, ഹജ്ജ് എന്തെന്നറിയുന്ന റബ്ബ്. ഈ റബ്ബ് അവിടെ വെച്ചിട്ട് എന്റെ നിസ്കാരം എടുത്തു വെക്കുമ്പോ, അവിടേക്ക് ചെല്ലുമ്പോൾ എത്ര തെറ്റ് കാണും. എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? അറിയാവുന്ന റബ്ബിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ സകാത്ത് അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമോ? ഇല്ലല്ലോ. കാരണം എന്റെ മുഅ്മിനുകളോ, എന്റെ സഹോദരിമാരെ, നിങ്ങളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിസ്കരിച്ചവരല്ലേ, നോമ്പനുഷ്ഠിച്ചവരല്ലേ, സകാത്ത് കൊടുത്തവരല്ലേ, സദഖ ചെയ്തവരല്ലേ. നിങ്ങളെ നോമ്പ്, നിങ്ങളെ സകാത്ത്, നിങ്ങളെ സദഖ, നിങ്ങളെ നിസ്കാരം ഇതൊക്കെ സ്വീകരിച്ചതായിട്ടുള്ള റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എന്റെ സഹോദര, പള്ളിയിലേക്ക് വന്നൊരു 100 രൂപ നീ കൊടുത്താൽ അവിടെ നിന്ന് റെസിപ്റ്റ് എഴുതി തരികയാ. ഇവിടെ നീ അടച്ചു എന്നുള്ള റെസിപ്റ്റ്. ഒരു ഫാൻ വാങ്ങിയാൽ അവിടെ നിന്ന് നിനക്ക് എഴുതി തരികയാ. വീടിന്റെ എന്ത് ഉപകരണങ്ങൾ വാങ്ങിയാലും അത് നിനക്ക് എഴുതി തരികയാ. എന്നാലോ നീ നിസ്കരിച്ച നിസ്കാരം അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. നീ പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. നീ ചെയ്ത സദഖ അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലോ ഉണ്ടോ ഇല്ലേ സംശയമാണല്ലോ. അതുകൊണ്ടല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞു, അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്, അബൂബക്കർ സ്വർഗത്തിലാണ്. ഈ സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോൾ മദീനയുടെ വണ്ടിലൂടെ നടന്നിട്ട് അബൂബക്കർ തങ്ങൾ പറയുന്നു, യാ ലൈതനീ ലം തലിദിനി ഉമ്മീ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക്, പ്രപഞ്ചലോകത്തേക്ക് വരണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നാളെ കബറിലേക്ക് പോകേണ്ടി വരുന്നത്, അവിടുന്ന് മത്സരയിൽ ഒരുമിച്ച് കൂട്ടുന്നത്, അവിടുന്ന് കുറച്ചുപേര് സ്വർഗത്തിലേക്ക്, കുറച്ചുപേര് നരകത്തിലോട്ടും പോകുന്നത് എന്നോർത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് കരയുമായിരുന്നു. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് അവിടുന്ന് നോമ്പെടുത്തിട്ടുണ്ട്, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, ليس ليعملنا الكلاليم به. എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാത് തന്ന, എനിക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ തന്ന യജമാനനായ റബ്ബിനെ കാണാറുള്ള യാതൊരുവിധ അമലുകളും ചെയ്തിട്ടില്ല നബിയേ. പക്ഷേ ശിവാ മഹബത്തിക്കോ, അതോടുള്ള പ്രേമമല്ലാതെ, അതോടുള്ള ഇഷ്ടമല്ലാതെ, അതോടുള്ള ഹുബ്ബല്ലാതെ, അതുകൊണ്ട് ഈമാനി
എനിക്ക് വണ്ണമായ ഈമാനുണ്ട്. അങ്ങയെ പ്രേമിച്ചാൽ എന്റെ റബ്ബിനെ എനിക്ക് നേരിട്ട് കാണാം. എനിക്ക് വിശ്വാസം ഉണ്ട് നബിയേ. ഞാൻ ചെയ്ത നിസ്കാരം അതല്ല സ്വീകരിച്ചോ ഇല്ലോ എന്നെനിക്കറിയില്ല. ചെമ്പഴന്തിയിലെ ഉമ്മമാരെ ഇന്ന് മുതൽ വീട്ടില് സീരിയൽ അങ്ങ് നിർത്തിക്കോ. അവിടെ നിന്ന് മദീനയുടെ രാജാവിന് സ്വലാത്ത് ചൊല്ലിക്കോ. കുഞ്ഞനുജന്മാരെ നിങ്ങൾ ടൈറ്റ് വേണ്ടി വിട്ടുകൊണ്ട് നടക്കുണ്ടല്ലോ. അവിടെ നിന്ന് ഇറുകിയതാര വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടുള്ള നടക്കുണ്ടല്ലോ. അവിടെ നിന്ന് നിങ്ങളാണെങ്കിൽ നെറ്റ് കൂപ്പൺ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വൃത്തിഹീനമായ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശരീരത്തിൽ 2 മലക്കുള്ള കാര്യം മറക്കണ്ട മോനെ. എന്റെ പെങ്ങള് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോ ഈ ഉസ്താദിനെ കാണുമ്പോൾ മാത്രം അവിടെ നിന്നുകൊണ്ട് ഉസ്താദിനെ കാണുമ്പോൾ മാത്രം തലമറച്ചാൽ പോരാ. നിന്നെ നോക്കുന്നവര് നിന്നെ സംരക്ഷിക്കുന്നവര് യജമാനരായ റബ്ബോട് എന്നുള്ള കാര്യം നീ മറക്കണ്ട കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അഫലാ യൻദുറൂന, നിങ്ങൾ നോക്കുന്നുണ്ടോ ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഒട്ടകത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസം ഉസ്താദോടുന്നില്ലേ അവിടെ മനുഷ്യരെ നിങ്ങൾ നോക്കുന്നില്ലേ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഒട്ടകത്തെ എങ്ങനെയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുക? പറയുമ്പം പറയാ ചെമ്പഴന്തിയിലൊന്നും ഒട്ടകയില്ലല്ലോ, ഒട്ടകയൊക്കെ ഉള്ള മരുഭൂമി സൗദിയിലല്ലേ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടുന്നു അല്ലേ? ഒട്ടകമൊന്നും ചെമ്പഴന്തിയിലില്ലല്ലോ അല്ലേ? ഉണ്ടാ ഇല്ല. അപ്പൊ അവിടെ നിന്നിട്ട് ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഒട്ടകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നേരം അങ്ങോട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയോ ദിവസങ്ങളോട് ഇങ്ങനെ സഞ്ചരിക്കും. അതിന് പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഒട്ടകത്തെ കണ്ടിട്ടുണ്ട് ഉസ്താദ് എപ്പോഴും ഉംറയ്ക്ക് പോകുന്നുണ്ട് കാണും. നമ്മൾ അല്ലാഹു തആല നമുക്കെല്ലാം പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് മദീനയുടെ രാജാവിനെ ഒന്ന് കാണാൻ, അവിടെ നിന്ന് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം പോകുമ്പോൾ ഒട്ടകത്തിനെ കാണും. അവൾ കാണുമ്പോ അവിടെ നിന്നിട്ട് ആ ഒട്ടകം ഇങ്ങനെ നടന്ന് സഞ്ചരിക്കുന്ന ഒട്ടകം ഇങ്ങനെ സഞ്ചരിച്ചോണ്ട് ഈ ഒട്ടകത്തിന് ഇങ്ങനെ വെള്ളം കുടിച്ചാൽ എത്രയോ ദൂരത്തോളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പിന്നെ ഇത്രയും ചൂട് താങ്ങുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ ഈ ഒട്ടകത്തിന്റെ ശരീരത്തേക്ക് പതിക്കുമ്പോൾ അതിന് പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത കൊടുത്തു. എന്നിട്ട് രണ്ടാമത് അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലാഹു തആല പറയുന്നു, ആകാശത്തേക്ക് നോക്കുന്നില്ലയോ, ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ, അത് എങ്ങനെയാണ് ഞാൻ ഉയർത്തപ്പെട്ടിരിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, ആകാശത്ത് തൂണുണ്ടോ? ഇത്രയും വലിയ ആകാശം 2 സെന്റിൽ വീട് വെക്കണമെങ്കിൽ എത്ര തൂണ് വേണം? 2-3 തൂണ് വേണ്ടേ? 5 സെന്റിൽ വീട് വെക്കണമെങ്കിൽ തൂണ് വേണ്ടേ? മദ്രസ കെട്ടണമെങ്കിൽ തൂണ് വേണ്ടേ? പക്ഷെ ഇത്രയും വലിയ വിശാലമായ പ്രപഞ്ചലോകത്തിലെ ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് എങ്ങനെയാണ് ഞാൻ ഉയർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലാഹു തആല പറയാ. എന്നിട്ട് അവിടെ നിന്നിട്ട് മൂന്നാമതായി അല്ലാഹു തആല പറയുന്നു, എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തആല അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് എന്നിട്ട് വ ഇലൽ ജിബാലി കൈഫ നുസിബത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അത് എങ്ങനെയാണ് ഞാൻ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത്
എന്റെ സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിക്കണം. പർവ്വതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ പർവ്വതങ്ങൾ ഇങ്ങനെ വളരെ വിശാലമായിട്ട് വലിയ രൂപത്തിൽ ഇങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുക. അല്ലാഹു തആല അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? പ്രപഞ്ചത്തിന്റെ അത്ഭുതமான പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് പറയുന്നു എന്റെ സഹോദരങ്ങളെ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും സ്കൂളിൽ നാം പഠിച്ചവരാണ്. അവിടെ നിന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ഭൂമി ഉരുണ്ടതാണെന്നല്ലേ പഠിപ്പിച്ചത്? ഉരുണ്ട ഭൂമി എന്നല്ലേ പഠിപ്പിച്ചത്? എന്നാൽ ഈ ഉരുണ്ട ഭൂമിയിൽ അല്ലാഹു തആല പറയുന്നു, ഈ ഉരുണ്ട ഭൂമിയിൽ ചെമ്പഴന്തിയിൽ മതപ്രഭാഷണ പരമ്പര നടത്താൻ വേണ്ടി ആ ഉരുണ്ട ഭൂമിയെ ഞാൻ പരത്തി തന്നില്ലേ? പൊന്നുമോനെ, നിനക്ക് വീട് വെക്കാൻ വേണ്ടി ആ ഭൂമി അല്ല പരത്തി തന്നില്ലേ? വിശാലമായ റോഡ് തന്നില്ലേ? റെയിൽവേ പാളം തന്നില്ലേ? കേരളം ഉരുട്ടിയല്ലോ വെച്ചിരിക്കുന്നത്. അതിനെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് പരത്തി തന്നില്ലേ? എന്നിട്ട് ഹബീബിനോട് പറയുകയാ, ശേഷമുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബാന പ്രവാചകരോട് പറയുന്നു, നബിയേ, അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി നബിയേ, അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. അവര് ചിന്തിക്കട്ടെ. അല്ല മനുഷ്യർക്ക് പ്രപഞ്ചത്തലയുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ചിന്ത കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവര് ചിന്തിക്കട്ടെ. പ്രപഞ്ചലോകത്തിന്റെ അത്ഭുതമായ പ്രതിഭാസങ്ങളെ ചിന്തിച്ചുകൊണ്ട് അവരെ മരണത്തെ ഭയക്കട്ടെ, കബറിനെ ഓർക്കട്ടെ. അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലോ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. യാ റസൂലല്ലാഹ്, എന്റെ സഹോദരങ്ങളെ, എന്നിട്ടല്ല പറയുന്നു, അവനെ ഞാൻ പിടിച്ചോളാം. അല്ലാഹുവാണ് എവിടേക്ക് പോയാലും എന്റെ ഉദ്ഘാടനത്തിനും ആദ്യമായി ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമായ അല്ലാഹുവിന്റെ നാമത്തില് ഈ ലോകത്ത് വഴിപ്പെടുന്നവര് വഴിപ്പെടാത്തവരും ഗുണം ചെയ്യുന്നവര് ഈ ലോകത്ത് വഴിപ്പെടുന്നവര് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവരായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പറയുന്നു, എന്റെ സഹോദരങ്ങളെ, ഈ ലോകത്ത് വഴിപ്പെടുന്നവര് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവരായ റബ്ബ് അല്ലാഹു മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ചിരിച്ചു മരിക്കുന്ന മുത്തപ്പൂകളിൽ ഉൾപ്പെടുത്തണമല്ലോ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാരും ഒന്ന് ഈ ചടുത്തേക്ക് വന്ന് നമുക്ക് ചോദിക്കാം. മദീനയുടെ രാജാവിന് വേണ്ടി അങ്ങ് പച്ചക്കുപ്പയുള്ള മദീനയിൽ ഖുറൈശികൾ സ്ത്രീകൾക്ക് നേരെ കെട്ടിച്ചവന്ന അക്രമത്തിന്റെയും അനീതിയുടെയും അതിൽ കൊട്ട് പട്ടത്തെ ഉൾപ്പെടാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത പ്രവാചകരാണ് അബീബനാ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യും. എല്ലാവരും ഒന്നിച്ച് അടുത്തേക്ക് വരിക. അല്ലാഹു തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വലാത്തൻ തുർളീക വ തുർളീഹി വ തർളാ ബിഹാ യാ അർഹമർ റഹീമീൻ. കരുണയുള്ള റബ്ബേ, കൃപയുള്ള പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒളിവിൽ നിന്നും അനേകം തെറ്റുകൾ ചെയ്ത പാപികളാണ് റഹ്മാനേ. അല്ലാഹുവേ, നാം ചെയ്ത തെറ്റുകൾ നീ വിട്ട് പുറത്ത് മാപ്പ് നൽകണമല്ലാ. ശേഷിക്കുന്ന ജീവിതം നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ നീ തൗഫീഖ് നൽകണമല്ലാ. അല്ലാഹുവേ, നമ്മളെ നീ സ്വീകരിക്കണമല്ലാ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിലേക്ക് നമ്മളെ നീ വലിച്ചെറിഞ്ഞു കളയുള്ള റഹ്മാനേ. അല്ലാഹുവേ, ഏത് സദസ്സുകളിലും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് റബ്ബേ,
നമ്മളെ മക്കളെ ബുദ്ധിമുട്ടാകുന്നതിന്, കുടുംബക്കാരെ ബുദ്ധിമുട്ടാകുന്നതിന് നമ്മളെ ശരീരത്തിൽ തണുത്തി കളയല്ല അല്ലാ, തണുത്തി കളയല്ല റബ്ബേ. മരിക്കുന്നത് വരെ നിനക്ക് വേണ്ടി നിന്ന് നിസ്കരിക്കാൻ ഈ തൗഫീഖ് നൽകണമല്ലാ. ആരെയും കൈവിട്ടുന്ന അവസ്ഥയിൽ വരുത്തല്ല അല്ലാ. അല്ലാഹു നമ്മളെ കാക്കണം റഹ്മാനേ. അല്ലാഹു റബ്ബിന്റെ വസത്തിന്റെ വർദ്ധത്തെ കൊണ്ട് റബ്ബേ നമുക്ക് മദീനയിലേക്ക് പോകാൻ അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ മറത്തിലേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലാൻ ഭാവികളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഇതൊക്കെ കണ്ണിന്റെ കാഴ്ച ഈ നഷ്ടപ്പെടുത്തല്ല. ഇതൊക്കെ ചെവിയുടെ ഇതൊക്കെ സംസാര ശേഷിപ്പ് അത് നഷ്ടപ്പെടുത്തിക്കളില്ല. അതുകളാണല്ലോ പേശുകളാണല്ലോ കുറ്റങ്ങൾ ഒരുപാട് ചെയ്തവരാണ് റബ്ബേ. എന്റെ ഫ്രണ്ടിൽ എന്തുകൊണ്ട് തന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആമീൻ പറയുന്ന സഹോദരങ്ങൾക്ക് നീ ഓർമ്മശക്തി കൊടുക്കണമല്ലോ, ഓർമ്മബുദ്ധി കൊടുക്കണമല്ലോ. അല്ലാഹു ലോകം വെറുക്കുന്ന മാരകമായ ലോകം തരല്ല റബ്ബേ. അറ്റാക്ക് കേൾസർ പോലുള്ള മാരകമായ രോഗം തരല്ല അല്ലാ. അല്ലാഹു ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത റബ്ബേ. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ. അല്ലാഹുവേ റബീഉൽ അവ്വൽ മാസങ്ങളിൽ ഒരുപാട് പ്രവാസനകൾ വേണ്ടി റബ്ബേ. അല്ലാഹുവേ രോഗം കൊണ്ട് പ്രവാസനം നീ നഷ്ടപ്പെടുത്തി കളയല്ല അല്ലാ. അല്ലാഹുവേ ഹബീബാന പ്രവാചകരെ കുറിച്ച് ഇനിയും പല സദസ്സുകളിലും പറയാൻ നീ തൗഫീഖ് നൽകണമല്ലാ. അല്ലാഹുവേ എവിടെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിയോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ലാ. അല്ലാഹു നമ്മളത് സ്വീകരിക്കണമല്ലാ. നമ്മുടെ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കണമല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണമല്ലാ. ഇത് കേൾക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണമല്ലാ. നമ്മുടെ നിന്ന് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണമല്ലാ. നമ്മളെ നീ സ്വീകരിക്കണം റഹ്മാനേ. പഴയത് വലിച്ചെറിയിച്ചതോട് നമ്മളെ നീ തട്ടിക്കളയില്ല അല്ലാ. നമ്മളെ നീ സ്വീകരിക്കണം റബ്ബേ. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. സഹോദരങ്ങളെ ദുആ വസിയത്തോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.